Now let us discuss about Simpson's rule. According to Simpson's rule, suppose you want to integrate from a to b y dx, and suppose you have pair of points x naught, y naught, then x1, y1, x2, y2, and up to xn, yn. നമുക്ക് പോയിന്റ്സ് ഉണ്ടെങ്കിൽ this will be equal to h by 3. The Simpsons 1/3 rule ആണ്. So h by 3 into then first y value y naught, then plus yn വരും, plus yn plus 4 times odd y values ആണ് y1 വരും, then next odd y value y3 ഉണ്ടാവും, then very next odd y value y5, then y7 etc. plus 2 into even values വരും, even values y2 ൽ സ്റ്റാർട്ട് ചെയ്യും, y2 y4 this y2, then y4 y6 etc. Okay, so this function എവിടെ ആയിരിക്കും end ചെയ്യുക, ഇത് yn minus 2 ലായിരിക്കും y value end ചെയ്യുക here, so you will have yn minus 1. Okay, now Simpson's rule apply ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് number of sub intervals n should be even. n എപ്പോഴും ഒരു even number ആയിട്ട് ചൂസ് ചെയ്യുക. ഓക്കെ, സോ ആൾറെഡി നമ്മൾ ട്രപ്പീസോയിഡൽ റൂളിൽ ഡിസ്കസ് ചെയ്തതാണ് ബാക്കി കാര്യങ്ങൾ. സോ നമുക്ക് ജസ്റ്റ് ആദ്യം തന്നെ നമ്മൾ നേരത്തെ ട്രപ്പീസോയിഡിൽ ചെയ്ത അതേ ഫങ്ഷൻസ് നമുക്കൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോ ട്രപ്പീസോയിഡ് നമ്മൾ ആദ്യം ചെയ്തത് ഇൻ്റഗ്രൽ ഫ്രം 1 to 4 എക്സ് സ്ക്വയർ ഡി എക്സ് ആണ് ചെയ്തത്. ഫസ്റ്റ് നമ്മൾ n is equal to 2 ആയിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്തത്. സോ n 2 എടുത്തു. Now if n is equal to 2, നമുക്ക് വാല്യൂസ് ഉണ്ടാവുക x0, x1, x2, and x0 will be 1 and x2 will be 4 and x1 will be equal to 2.5 because h will be equal to 4 minus 1 by n, n 2 ആണ്. So 3 by 2 വരും, 1.5 വരും. So x0 plus h 2.5 വരും. x0 1 ആണ്, 1 plus 1.5 2.5, 2.5 plus 1.5 4. Now y values y0, y1, y2. Now y is equal to x square ആണ് നമ്മളുടെ ഫംഗ്ഷൻ. സോ y0 will be equal to 1, y1 2.5 ന്റെ സ്ക്വയർ 6.25 വരും, 4 ന്റെ സ്ക്വയർ 16 വരും. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇന്റഗ്രൽ ഫ്രം 1 to 4 y dx, that means x square dx will be equal to h by 3. So h is 1.5, 1.5 by 3 into y0 1 plus then yn, that is 16 plus 4 into y1, 4 into 6.25. So calculator substitute ചെയ്ത് നോക്കുക. Now if you substitute these values, you will get the value as 21. So Simpson's rule യൂസ് ചെയ്തപ്പോൾ സ്ട്രൈറ്റ് അവേ n is equal to 2 ആകുമ്പോൾ തന്നെ നമുക്ക് ഡയറക്റ്റ് വാല്യൂ കിട്ടി, 21 എന്നുള്ള വാല്യൂ കിട്ടി. ഓക്കെ, സോ ഡയറക്റ്റ് വാല്യൂ എന്ന് ഉദ്ദേശിച്ചത് പിന്നെ ആൻസർ വാല്യൂ 21 ആണ് നമുക്ക് വേണ്ടിയിരുന്നത്. സോ n2 ആകുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. ബട്ട് ട്രപ്പീസോയിഡൽ റൂളിന്റെ കേസിലോ നമ്മൾ n 50 ആയപ്പോഴും നമുക്ക് 21.001 ആണ് വാല്യൂ കിട്ടിയത്. സോ സിംപ്സൺസ് റൂൾ ഈസ് ഫാർ ബെറ്റർ in the case of numerical integration. സോ അതിനുള്ള അത് പെട്ടെന്ന് കിട്ടാനുള്ള കാരണം നമ്മൾ ഇവിടെ ചെയ്തത് ഇന്റഗ്രൽ 1 to 4 എക്സ് സ്ക്വയർ ഡി എക്സ് ആണ്. നേരത്തെ നമ്മൾ ട്രപ്പീസോയിഡൽ റൂൾ ആകുമ്പോൾ നമുക്ക് പിന്നെ നമ്മൾ ഈ ഇന്റർവെൽസ് നേരത്തെ നമ്മൾ ഇങ്ങനെ എടുത്തല്ലോ, ഇന്റർവെൽസ് നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ ദീസ് വാല്യൂസിനിടയ്ക്ക് ഒരു സ്ട്രൈറ്റ് ലൈൻ കൊണ്ടാണ് ട്രപ്പീസോയിഡൽ റൂൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. ബട്ട് സിംപ്സൺസ് റൂളിന്റെ കേസിൽ ഒരു പരാബോള കർവ് കൊണ്ടാണ് അതുകൊണ്ടാണ് എക്സ് സ്ക്വയർ എന്നുള്ള ഫോമുല പെട്ടെന്ന് നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടാൻ കാരണം. അഥവാ ഞാൻ പറഞ്ഞത്, സപ്പോസ് യു ഹാവ് എ ഫംഗ്ഷൻ ലൈക്ക് ദിസ്, നമ്മൾ ഈ ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പൊ ഞാനിവിടെ ഇങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് എൻ്റെ സബ് ഇന്റർവൽ. ദെൻ ട്രപ്പീസോയിഡൽ റൂൾ യൂസ് ചെയ്യുമ്പോൾ ഈ പോയിന്റും ഈ പോയിന്റിനിടക്ക് നമ്മൾ സ്ട്രൈറ്റ് ലൈൻ കർവ് കൊണ്ടാണ് ഇതിനെ ഫിറ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഇവിടെ ആണെങ്കിൽ ബാക്കി ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ബട്ട് നമ്മൾ സിംപ്സൺ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിനിടക്കുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന പോളിനോമിയൽ ഒരു പരാബോളിക് കർവിലായിരിക്കും വരിക, പരാബോളിക് നേച്ചറിലാണ് വരിക. ഓക്കെ, സോ സെയിം പ്രോബ്ലം നമുക്ക് സിംപ്സൺസ് റൂളും ട്രപ്പീസോയിഡൽ റൂളും വേറൊരു കേസിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇനി. സോ നൗ ലെറ്റ് us solve integral from 0 to 1
1 by 1 plus x dx using trapezoidal rule and Simpson's rule. So first ഞാൻ h 0.5 ആയിട്ട് ചൂസ് ചെയ്യും. Then h will be chosen as 0.25. ഈ രണ്ട് കേസിലും നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമുക്ക് എക്സൽ ഷീറ്റിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ ദിസ് ഈസ് മൈ എക്സ് വാല്യൂ, നമുക്ക് y വാല്യൂ എടുക്കാം. സോ ഫംഗ്ഷൻ എക്സിൻ്റെ വാല്യൂ 0, വൈൻ്റെ വാല്യൂ ദെൻ 5 ആണ് ഞാൻ ആദ്യം ചൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വാല്യൂ വിൽ ബി 0.5, ദെൻ നെക്സ്റ്റ് വാല്യൂ 1 വരും. സോ 1.5, സോ നെക്സ്റ്റ് 1 ആണ്. Now y value will be equal to 1 by 1 plus x. So 1 by 1 plus x. So 1 plus this is x value. Okay. Now next 0.5 in the value, 1 in the value കിട്ടണം. So 0.7, 0.5 കിട്ടി. ഇനി നമുക്ക് ട്രപ്പീസോയിഡൽ റൂൾ അപ്ലൈ ചെയ്യാം. സോ ഫസ്റ്റ് ഞാൻ ട്രപ്പീസോയിഡൽ റൂളാണ് അപ്ലൈ ചെയ്യുന്നത്. സോ ട്രപ്പീസോയിഡൽ റൂളിൽ നമ്മൾ ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു h by 2. h is 0.5 by 2. 0.5 by 2 into y naught. This is y naught. y naught plus yn. yn plus 2 into y1 വരും. Okay. So this answer will be equal to 0.7. 0.708. Okay. Now Simpson's rule apply ചെയ്യാം. Simpson's rule. Now Simpson's rule ആകുമ്പോൾ നമ്മൾ h by 3 into. So that means 0.5 into 0.5 by 3 is equal to 0.5 by 3 into. So here നമ്മൾ Simpson's rule apply ചെയ്യുമ്പോൾ നമുക്ക് y naught plus yn. So y naught എന്ന് പറഞ്ഞാൽ 1 plus yn 0.5 plus 4 times y1 വരും. 4 times y1, 4 times 0.7. So that will be equal to 0.6944. Okay. Now same case നമുക്കൊന്നുകൂടെ ചെയ്ത് നോക്കാം. എക്സിൻ്റെ വാല്യൂ ഞാൻ ഇൻക്രീസ് ചെയ്യാൻ പോകും. സോറി അതായത് എച്ചിൻ്റെ വാല്യൂ ഞാൻ ഇൻക്രീസ് ചെയ്യാണ്. സോ ഇവിടെ എക്സ് 0യിൽ സ്റ്റാർട്ട് ചെയ്തു. നെക്സ്റ്റ് വാല്യൂ 0.25 കൊടുത്തു. ഓക്കെ, 0.25. സോ 0.25 സെലക്ട് ചെയ്യണം. then 0.5, 0.75, 1. Okay. Now y values. Y value will be equal to 1 by 1 plus x. 1 plus x value is this ഈ സെല്ലാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ. Now ഇക്വേഷൻ ബാക്കിയുള്ള സെല്ലിനും കൂടെ അപ്ലൈ ചെയ്യണം. സോ yeah. Now trapezoidal rule in the case എന്തായിരിക്കും വരിക നോക്കാം. Trapezoidal rule will be equal to, so this value is equal to h by 2, that is 0.25 by 2 into first value x naught, then last y naught, sorry y naught yn plus 2 into ഈ 3 വാല്യൂ വരും. this value, so ബ്രാക്കറ്റ് കൊടുക്കണം, നമ്മൾ 3 വാല്യൂ ഉണ്ടായിരുന്നു. otherwise നമുക്ക് സം എന്നുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ഫംഗ്ഷൻ യൂസ് ചെയ്യാം. സോ 2 into this value plus 0.7 plus 0.6. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം, എൻ്റർ. സോ 0.697 വന്നു. Now Simpson's rule അപ്ലൈ ചെയ്യാം. Simpson's rule അപ്ലൈ ചെയ്യുമ്പോൾ this will be equal to h by 3, that is 0.25 by 3 into y naught 1 plus yn, that is 0.5 plus 4 into odd values. So 4 into odd values എന്ന് പറഞ്ഞാൽ this value plus this value വരും. ഓക്കെ, plus 2 into even values, plus 2 into this is our even value. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. സോ 0.6933. ഓക്കെ, നൗ ഇപ്പോൾ എനിക്കിവിടെ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് ചെക്ക് ചെയ്യാം. സോ നമുക്കത് ഇന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം അനലറ്റിക്കലി. സോ വാട്ട് ഈസ് ദിസ്? ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് വരും?
നമുക്കറിയാം ലോഗ് എക്സിൻ്റെ ഡിഫറൻഷ്യലാണ് 1/x. സോ ഇഫ് യു ഹാവ് ലോഗ് 1+x, ഇയാളെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1/1+x വരും. ദാറ്റ് മീൻസ് 1+xൻ്റെ ഇൻ്റഗ്രൽ ആണ് ലോഗ് 1+x. സോ ഇതിനെ നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ലോഗ് 1+x ആയിരിക്കും. ലിമിറ്റ് ഫ്രം 0 to 1. സോ നിങ്ങൾ ഫസ്റ്റ് അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ലോഗ് 1+1 ലോഗ് 2 എന്ന് വരും. ലോവർ ലിമിറ്റ് ലോഗ് 1 വരും. സോ ലോഗ് 2, what is log 2? Log 2 is equal to 0.693. So this value നിങ്ങൾ യൂസ് ചെയ്താണ് log 2. റേഡിയോ ആക്ടിവിറ്റി കാണുമ്പോൾ നിങ്ങൾ log 2 യൂസ് ചെയ്യും. 0.693 and actual value of log 2 is 0.693147181. ഓക്കെ, അപ്പോൾ നമ്മൾ കിട്ടിയ വാല്യൂ ചെക്ക് ചെയ്യാം. നമുക്ക് സിംപ്സൺസ് റൂളിലും ട്രപ്പീസോയിഡൽ റൂളിലും കിട്ടിയ വാല്യൂസ് ഉണ്ട്. സിംപ്സൺസ് റൂൾ നമ്മൾ ചെയ്തപ്പോൾ 0.25 യൂസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 0.69325 ആണ്. സോ ഇൻ ദിസ് കേസ് നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്ത സിംപ്സൺസ് റൂൾ ഈ കേസിൽ എന്നിൻ്റെ വാല്യൂ എത്രയായിരുന്നു? ഹിയർ വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് എൻ? എച്ചിൻ്റെ വാല്യൂ 0.25 ആണ്. ഹിയർ എന്നിൻ്റെ വാല്യൂ 4 ആണ്, ബിക്കോസ് എച്ച് 0.25 ആണ്. സപ്പോസ് ഞാനിവിടെ n is equal to 5 എടുത്ത് നോക്കാം. n is equal to 5. സോ ആക്ച്വലി സിംപ്സൺസ് റൂളിൻ്റെ കേസിൽ നമുക്കറിയാം നമ്മുടെ ഈവൺ വാല്യൂസ് യൂസ് ചെയ്യണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. സോ n 4നേക്കാൾ ബെറ്റർ ആണ് ആക്ച്വലി n 5 ആകുമ്പോൾ. ബട്ട് സിംപ്സൺ വെച്ചിട്ട് നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. n is equal to 5. സോ n 5 ആകുമ്പോൾ എൻ്റെ എച്ചിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0.2 ആയിരിക്കും, ബിക്കോസ് 1/5 0.2 ആണ്. അപ്പോൾ ഞാനിവിടെ 0.2 യൂസ് ചെയ്യണം. ഓക്കെ, ദെൻ ഞാൻ എന്ത് ചെയ്യണം? ഈ വാല്യൂസ് മുഴുവൻ അതിനനുസരിച്ചിട്ട് മാറ്റണം. സോ 0.2 ആക്കി. സോ ഇവിടെ എനിക്ക് 1 ഇവിടെ ആവില്ല, ഒരു സ്റ്റെപ്പും കൂടെ ചെയ്യേണ്ടി വരും. സോ ദെൻ അഗെയിൻ ദീസ് വാല്യൂസ് ഞാൻ ദീസ് വാല്യൂ ഒന്നുകൂടെ ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ട്രപ്പീസോയിഡൽ റൂളും സിംപ്സൺസ് റൂളും അപ്ലൈ ചെയ്ത് നോക്കാം. സോ ആദ്യം ഞാൻ സിംപ്സൺ ചെയ്യാം. സിംപ്സൺ, സോ ദ വാല്യൂ വിൽ ബി ഈക്വൽ ടു h/3. എച്ചിൻ്റെ വാല്യൂ 0.2 ആണ്. സോ 0.2/3 ഇൻറ്റു ഫസ്റ്റ് നമുക്ക് y0 പ്ലസ് yn കാണണം. സോ ദിസ് ഈസ് y0 പ്ലസ് yn ഈസ് 0.5 പ്ലസ് ദെൻ 4 ഇൻറ്റു ഓഡ് വാല്യൂസ്. സോ 4 ഇൻറ്റു ഓഡ് വാല്യൂസ് മീൻസ് ദിസ് വാല്യൂ പ്ലസ് നെക്സ്റ്റ് ദിസ് വാല്യൂ. ഓക്കെ, പ്ലസ് 2 ഇൻറ്റു ഈവൺ വാല്യൂസ്. പ്ലസ് 2 ഇൻറ്റു ഈവൺ വാല്യൂസ്. ഈവൺ വാല്യൂസ് ദിസ് വാല്യൂ വരും 1 വാല്യൂ. ദെൻ നെക്സ്റ്റ് ഈ 0.55 ഉള്ള വാല്യൂ വരും, p11 വരും. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. യെസ്, സോ 0.6582 ആയി. സോ ആക്ച്വലി ഞാൻ എന്നിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തെങ്കിലും എൻ്റെ ആൻസർ ഫെയിലായി. ആൻസർ ബെറ്റർ റിസൾട്ട് കിട്ടിയില്ല. ബട്ട് ട്രപ്പീസോയിഡൽ റൂളിൻ്റെ കേസിൽ നമുക്ക് ചെയ്യാം. ട്രപ്പീസോയിഡൽ റൂളിൻ്റെ കേസിലാണെങ്കിൽ h 0.2 ആണ്. 0.2/3 ഇൻറ്റു y0 പ്ലസ് yn, ദിസ് ഈസ് yn, പ്ലസ് 2 ഇൻറ്റു ബാക്കിയുള്ള എല്ലാ വാല്യൂസും. 2 ഇൻറ്റു ദിസ് വാല്യൂ പ്ലസ് ദിസ് വാല്യൂ പ്ലസ് ദിസ് വാല്യൂ പ്ലസ് ദിസ് വാല്യൂ. ഓക്കെ, ബ്രാക്കറ്റ് ഒന്നുകൂടെ ക്ലോസ് ചെയ്യാനുണ്ട്. ഓക്കെ, സോ എന്തൊരു എറർ ഞാൻ വരുത്തിയിട്ടുണ്ട്. സോ 0.2/3 അല്ല, എച്ചിൻ്റെ വാല്യൂ ട്രപ്പീസോയിഡൽ റൂൾ ആകുമ്പോൾ 0.2/2 ആണ്. h/2 ഇൻറ്റു b7 പ്ലസ് എൻ്റർ. 0.69563. സോ ഇവിടെ എന്നിൻ്റെ വാല്യൂ ഞാൻ 5 ആണ് കൊടുത്തത്. എന്നിൻ്റെ വാല്യൂ 5 ആകുമ്പോൾ നേരത്തെ ഉള്ള ആൻസറിനേക്കാൾ ബെറ്റർ ആയിട്ടുണ്ട് നമ്മുടെ ആൻസർ. ബട്ട് സിംപ്സൺസിൻ്റെ കേസിൽ എന്നിൻ്റെ വാല്യൂ ഈവൺ ആവുമ്പോഴാണ് നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടുക. അതായത് എന്നിൻ്റെ വാല്യൂ ഓഡ് ആവുമ്പോൾ സിംപ്സൺസ് റൂൾ ഫെയിൽ ചെയ്യും. അത് നമ്മുടെ ഈ സിംപ്സൺസ് റൂൾ എപ്പോഴും നമ്മൾ സിംപ്സൺസ് റൂൾ യൂസ് ചെയ്യുമ്പോൾ n വാല്യൂ ഷുഡ് ബി ഈവൺ. ഓക്കെ.